വെൽക്കം ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ സൈക്കോളജി കേട്ടിട്ട് നോട്ടിഫിക്കേഷൻ വന്നു. അതുപോലെ LP UPക്കൊക്കെ വളരെ ഉപകാരപ്രദമായിട്ടുള്ള ഒരു വീഡിയോ ആയിരിക്കും ഇത്. നമ്മളൊരു ആയിരവും ആയിരത്തിൽ കൂടുതൽ ക്വസ്റ്റ്യൻസ് സൈക്കോളജിയാണ് നമ്മൾ ചെയ്യാൻ പോണത്. അപ്പോൾ ആദ്യം നമ്മളൊരു 100 ക്വസ്റ്റ്യനാണ് പഠിക്കാൻ പോണത്. അപ്പോൾ നമുക്ക് നോക്കാം. പ്രീ പ്രൈമറി സ്കൂളിൽ വിദ്യാർത്ഥിയായ അരുൺ സ്വന്തമായി ആഹാരം കഴിക്കാനും വേഷവിധാനം ചെയ്യാനും ശ്രമിക്കുന്നു. എറിക്സന്റെ സിദ്ധാന്തമനുസരിച്ച് അവൻ ഉൾപ്പെടുന്ന ഘട്ടമാണ് ഏതാണ്? ഓപ്ഷൻ ഡി, മുൻകൈ എടുക്കലും കുറ്റബോധവും. പാവ്ലോവിൻ്റെ ക്ലാസിക്കൽ കണ്ടീഷനിങ് ഒരു അനുബന്ധ ചോദകം ഉപയോഗിച്ച് മറ്റൊരു അനുബന്ധനം രൂപപ്പെടുത്തുന്നതിനെ പറയുന്നത് എന്താണ്? ഡി, കണ്ടീഷനിങ്ങിലെ ഉയർന്ന ചിന്ത. ഓക്കെ. 3, വൈകാരിക ബുദ്ധിമാനത്തെപ്പറ്റി വിശദമായ ആഴത്തിൽ പ്രതിപാദിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തത് ആരാണ്? ഡാനിയൽ ഗോൾമാൻ. ഓപ്ഷൻ ബി, ഡാനിയൽ ഗോൾമാൻ. 4, പരീക്ഷയിൽ പരാജയപ്പെട്ട സ്വാതി ചോദ്യപേപ്പറിനെ കുറിച്ച് പരാതിപ്പെടുന്നു. താഴെ പറയുന്നവയിൽ ഏത് പ്രതിരോധ തന്ത്രമാണ് ഇവിടെ ഉപയോഗിക്കുന്നത്? പ്രക്ഷേപണം. ഓക്കെ. 5, ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ കുട്ടിയുടെ സ്വയം ബഹുമാനം ഏറ്റവും കുറവ് സ്വാധീനിക്കുന്നത് ഏത്? ഓപ്ഷൻ എ, സോഷ്യൽ മീഡിയയിലെ ഇടപെടൽ. 6, സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റൊരാളുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മ എന്താണ്? അഹം കേന്ദ്രീകൃതം. ഓപ്ഷൻ ബി, അഹം കേന്ദ്രീകൃതം. 7, പഠനത്തെ സംബന്ധിച്ച ഒരു ഗ്രാഫിൽ ചിത്രം കാണുക. ചിത്രമനുസരിച്ച് ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ പ്രസ്താവന ഏത്? ഓപ്ഷൻ എ, പഠനം തുടക്കത്തിൽ ഉയർന്നു പോകുന്നു, പിന്നീട് പഠന മികവ് കുറയുന്നു. 8, താഴെ തന്നിരിക്കുന്നതിൽ തെറ്റായ ജോഡി ഏത്? ബ്രൂണർ മനോവിശ്ലേഷണ സമീപനം. അതാണ് കൊടുത്തിരിക്കുന്നത്. ഓക്കെ. അടുത്തത് 9, ഒരാൾ പരീക്ഷണ രീതി ഉപയോഗിച്ച് ഉത്കണ്ഠയ്ക്ക് പഠനസിദ്ധിയിലുള്ള സ്വാധീനം പഠിക്കുമ്പോൾ. ഓപ്ഷൻ എ, ഉത്കണ്ഠ സ്വാതന്ത്ര്യപരവും പഠനസിദ്ധി ആശ്രിതപരവുമാണ്. 10, അന്തർലീന ഘട്ടം ലാറ്റൻസി പീരീഡ് എന്നറിയപ്പെടുന്നത് എന്താണ്? പിൽക്കാല ബാല്യം അല്ലേ? ഓക്കെ. 11, ഒരു പ്രത്യേക സമയത്ത് അവരവരുടെ വികാരങ്ങൾ എന്തൊക്കെയാണെന്ന് അറിഞ്ഞ് അവയെ സ്വന്തം തീരുമാനങ്ങൾ എടുക്കുന്നതിനുള്ള മാർഗദർശനത്തിന് പ്രയോജനപ്പെടുത്തുക. അവരവരുടെ കഴിവുകളെ യഥാർത്ഥമായി നിർണ്ണയിക്കാനാവുക. ഉറച്ച ആത്മവിശ്വാസം വളർത്തുക. ഇത് വൈകാരിക ബുദ്ധിയുടെ സ്വഭാവം വ്യക്തമാക്കുന്ന ഏത് സവിശേഷതയിൽ പെടുന്നു? ഓപ്ഷൻ എ ഏതാണ്? അഹംബോധം. ഓപ്ഷൻ ബി, ഇന്ദ്രിയങ്ങൾ ശേഖരിക്കുന്ന പ്രാഥമികാനുഭവങ്ങൾക്ക് മുന്നനുഭവങ്ങളുടെ വെളിച്ചത്തിൽ വ്യക്തമായ അർത്ഥകൽപ്പന നൽകുന്നതാണ് ബി, പ്രത്യക്ഷണം. 13, പിയാഷെയുടെ അഭിപ്രായത്തിൽ ഒരാൾക്ക് ചിട്ടയായ പരീക്ഷണങ്ങളിലൂടെ പ്രശ്നം നിർദ്ധാരണം ചെയ്യാൻ കഴിയുന്ന ഘട്ടമാണ് ഏത്? സി, ഔപചാരിക മനോവ്യാപാര ഘട്ടം. ഒരു ശോധകം എന്തു നിർണ്ണയിക്കാനാണോ ഉദ്ദേശിക്കുന്നത് അത് നിർണ്ണയിക്കാനുള്ള കഴിവ് ശോധിക്കുന്നുണ്ടെങ്കിൽ അതാണ് എന്താണ്? സാധുത. 15, വാക്കുകൾക്ക് മുൻപേ വസ്തുക്കൾ എന്ന് പറഞ്ഞ വിദ്യാഭ്യാസ ചിന്തകനാരാണ്? എ, പെസ്റ്റലോസി. താഴെ പറയുന്നവയിൽ ശരിയായ ജോഡി ഏത്? പ്രയോഗം വൈജ്ഞാനിക മേഖല. ബ്രൂണറുടെ അഭിപ്രായത്തിൽ പ്രവർത്തനവും ബിംബങ്ങളും ഭാഷാപദങ്ങളായി മാറ്റുകയും അങ്ങനെ ഗുണാത്മക ചിന്തയിലേക്ക് വ്യക്തി നയിക്കപ്പെടുകയും ചെയ്യുന്ന ഘട്ടം ബി, പ്രതിരൂപാത്മക ഘട്ടം. അടുത്തത് 18ാമത്തെ ക്വസ്റ്റ്യൻ. വേദകാല വിദ്യാഭ്യാസവും മുസ്ലിം വിദ്യാഭ്യാസ പദ്ധതിയും പാലിച്ചിരുന്നത് എന്താണ്? ഓപ്ഷൻ എ, അധ്യാപക കേന്ദ്രീകൃത സമീപനം. 19, പഠനത്തിൻ്റെ വേഗതയും സൂക്ഷ്മതയും വർദ്ധിപ്പിക്കാനുള്ള മാർഗങ്ങളിൽ പെടുന്നത് എന്തൊക്കെയാണ്? ഓപ്ഷൻ എ, താല്പര്യം. ബി, ആവർത്തനാഭ്യാസം. സി, സ്വയം മത്സരഭാവം. ഇവയെല്ലാം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഇവയെല്ലാം. 20ാമത്തെ ക്വസ്റ്റ്യൻ. ഭാഷയെ വാചിക ചേഷ്ട എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? സി, സ്കിന്നർ. 21ാമത്തെ ചോദ്യം. ഫ്രോയിഡിൻ്റെ അഭിപ്രായത്തിൽ മാനസിക പ്രവർത്തനങ്ങളെ മുഖ്യമായും നിയന്ത്രിക്കുന്നത് ഓപ്ഷൻ സി, അബോധതലമാണ്.
22 പൊരുത്തപ്പെടലിൻ്റെ കാലമെന്നറിയപ്പെടുന്നത് ഓപ്ഷൻ ബി പിൽക്കാല ബാല്യം. 23 താഴെ പറയുന്നതിൽ സംവേദന നിയമമല്ല അല്ലാത്തതേത്? ഓപ്ഷൻ സി വിവേചനം. 24 ക്ഷേത്ര സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? എ കെ ലെവിൻ. 25 സ്കിന്നറുടെ പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ കേന്ദ്ര ബിന്ദു എന്താണ്? ഓപ്ഷൻ സി പ്രബലനം. 26 കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി എന്താണ്? കേസ് സ്റ്റഡി എന്നറിയപ്പെടുന്ന മനഃശാസ്ത്ര രീതി ചികിത്സാ രീതിയാണ്. പരീക്ഷണ മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് ആരാണ്? വില്യം വൂണ്ട് ആണ്. മനഃശാസ്ത്രത്തിൻ്റെ പിതാവ് വില്യം വൂണ്ട്. 28 പൂർവ്വകാല അനുഭവങ്ങളെ ലക്ഷ്യപൂർവ്വം ഉപയോഗിക്കാനുള്ള കഴിവാണ് ബുദ്ധി എന്ന് അഭിപ്രായപ്പെട്ടത് ആരാണ്? തോണ്ടേക്ക്. അധ്യാപന വേളയിൽ ഗെയിമുകളും കളികളും ഉപയോഗിക്കുന്നത് അധ്യാപകൻ ഉപയോഗപ്പെടുത്തുന്നത് എന്താണ്? ആന്തരിക പ്രേരണ. 30 പഠിതാവിന് നൽകുന്ന പ്രതികൂല വൈകാരികത ചിന്തയിൽ പെടാത്തത് സമ്മാനം. പ്രായോഗിക തത്വങ്ങളിൽ അധിഷ്ഠിതമാണ് എന്ത്? ബി ഈഗോ. 32 ഓർമ്മയുടെ ഘട്ടങ്ങളിൽ പെടാത്തത് ഏത്? സി വ്യാപനം. 33ാമത്തെ ക്വസ്റ്റ്യൻ കുതിരയെ വെള്ളത്തിനടുത്തേക്ക് നയിക്കാമെന്നല്ലാതെ വെള്ളം കുടിപ്പിക്കാനാവില്ല. ഈ ചൊല്ല് പഠനവുമായി ബന്ധപ്പെട്ട ഏത് ഘടകത്തെയാണ് സൂചിപ്പിക്കുന്നത്? ഓപ്ഷൻ ബി പഠന സന്നദ്ധത. അടുത്തത് 34 ഫ്രോയിഡ് മുന്നോട്ട് വെച്ച് 5 മനോലൈംഗിക ഘട്ടങ്ങളിലെ ആദ്യ ഘട്ടം എന്താണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ്? ഓപ്ഷൻ എ വദനഘട്ടം, ബി ഖുദഘട്ടം, സി ലിംഗഘട്ടം ആൻഡ് ഡി നിർലീനഘട്ടം. ഏതാണ് ഓപ്ഷൻ എ? വദനഘട്ടമാണ് ഓപ്ഷൻ. ഓക്കെ. അടുത്തത് 35 ഒരു സാമൂഹിക സംഘത്തിലെ അംഗങ്ങൾ തമ്മിലുള്ള സാമൂഹിക ബന്ധങ്ങൾ നിർണ്ണയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമാണ് എന്ത്? ഓപ്ഷൻ 35 ഓപ്ഷൻ ഏതാണ്? സി സമൂഹനീതി. ഓക്കെ, സമൂഹനീതിയാണ് ഉത്തരം വരുന്നത്. അടുത്തത് 36 പഠനത്തിൽ സംഭവിക്കുന്ന ഒരേ നിരക്കിലുള്ള പുരോഗതിയെ കാണിക്കുന്ന പഠനവക്രമാണ് എന്ത്? ഋതുരേഖാവക്രം. 37 വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മാധ്യമ സവിശേഷതയിൽ പെടുന്നതേത്? വ്യക്തിത്വത്തെ സ്വാധീനിക്കുന്ന മാധ്യമ സവിശേഷതയിൽ പെടുന്നത് ഏത്? സ്വാർത്ഥത, മത്സരബുദ്ധി, വിധേയത്വം, ഇവയെല്ലാം. എന്താണ്? ഇവയെല്ലാം. 38 സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? സംഘഘടക സിദ്ധാന്തത്തിൻ്റെ ഉപജ്ഞാതാവ് ആരാണ്? തേഴ്സ്റ്റൺ ആണ് സംഘഘടകം. 39 ഒരു വ്യക്തി തനിക്ക് എന്തെങ്കിലും ദോഷം ചെയ്തവരോട് പ്രതിരോധിക്കുന്നതാണ് ഡാഷ്. ഓപ്ഷൻ എ അനുപൂരണം, ബി പശ്ചാത്ഗമനം, സി ആക്രമണം, ഡി അപസമയോജനം. 39 എന്താണ്? സി ആണ്, ആക്രമണമാണ് അല്ലേ. 40 ഗണിതക്രിയകൾ ചെയ്യുന്നതിന് ഒരു കുട്ടിക്ക് അനുഭവപ്പെടുന്ന ബുദ്ധിമുട്ടാണ് എന്ത്? ഗണിതക്രിയകൾ. ഓപ്ഷൻ സി ഡിസ്കാൽക്കുലിയ. നമുക്കറിയാം അല്ലേ അത്. ഓക്കെ. 41 ചുവടെ കൊടുത്തിരിക്കുന്നവയിൽ ഏതു തരത്തിലുള്ള ബുദ്ധിപരമായ വെല്ലുവിളികൾ നേരിടുന്ന കുട്ടികളെയാണ് സാധാരണ കുട്ടികളോടൊപ്പം ഇരുത്തി വിദ്യാഭ്യാസം നൽകാൻ സാധിക്കുന്നത്? എന്താണ്? ഓപ്ഷൻ എ മൃദുവായതും മിതമായതും. 42 ഒരു വ്യക്തി മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം ആരുടേതാണ്? എറിക്സൺ. ഒരു കുട്ടിയുടെ സാമൂഹ്യവത്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ്സ് എന്താണ്? സ്രോതസ്സ് എന്നായിരിക്കും. ഓപ്ഷൻ എ കുടുംബം. ഗിൽഫോർഡിൻ്റെ ബുദ്ധിയുടെ ഘടനാ സിദ്ധാന്തം അനുസരിച്ച് ബുദ്ധിയുടെ ഘടനാപരമായ മൂന്ന് മാനങ്ങൾ ഏതൊക്കെ? ഓക്കെ, ഗിൽഫോർഡിൻ്റെ ഏതൊക്കെയായിരിക്കും? ഓപ്ഷൻ സി ഉള്ളടക്കം, ഉൽപ്പന്നം, മാനസിക പ്രക്രിയ.
പ്രതിഭാധാനനായ ഒരു കുട്ടിയെ കൈകാര്യം ചെയ്യുന്നതിന് ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഏത് രീതിയാണ് നമുക്ക് യൂസ് ആവുന്നത്? എൻറിച്ച്മെൻറ്റ് പ്രോഗ്രാം. 45 ഓപ്ഷൻ എ. 46 വിജയത്തെ പോലെ വിജയിക്കുന്ന മറ്റൊന്നില്ല. തോണ്ടേക്കിൻ്റെ ഏത് സിദ്ധാന്തമാണ് ഈ പ്രസ്താവനയെ പിന്താങ്ങുന്നത്? ഏത് സിദ്ധാന്തമാണ്? പരിണാമ സിദ്ധാന്തം. ഓക്കെ, അടുത്തത് 47. ടീച്ചർ ക്ലാസ്സിൽ ഒരു പ്രശ്നം നൽകി. അരുൺ അതിൻ്റെ ഉത്തരം മറ്റുള്ളവരിൽ നിന്നും വ്യത്യസ്തമായി പുതിയ രീതിയിലാണ് ചെയ്തത്. അരുണിൻ്റെ ഈ സ്വഭാവം വെളിവാക്കുന്നത് അവൻ്റെ എന്താണ്? ഓപ്ഷൻ സി ആണ് ഉത്തരം. ക്രിയാത്മകയാണ് അല്ലേ? 48 ഐക്യു. മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, ശാരീരിക മനസ്സും മാനസിക വയസ്സും തുല്യമായിരിക്കുമ്പോൾ, ഡി ശാരീരിക വയസ്സ് മാനസിക വയസ്സിനേക്കാൾ കൂടുതലും തുല്യവുമായിരിക്കുമ്പോൾ. എന്താണ് ഓപ്ഷൻ? ഓപ്ഷൻ 48 ഏതായിരിക്കും? എ ആണ്. മാനസിക വയസ്സ് ശാരീരിക വയസ്സിനേക്കാൾ കൂടിയിരിക്കുമ്പോൾ, മാനസിക വയസ്സ് എന്ന് പറയുമ്പോൾ MA, ശാരീരിക വയസ്സ് എന്ന് പറയുമ്പോൾ കറണ്ട് അല്ലേ? കറണ്ട് ഇപ്പോൾ ഉള്ളത്. അടുത്തത് 49. യഥാർത്ഥത്തിൽ ഇങ്ങനെ ഒരു പ്രത്യേക അവസ്ഥയായി കാണാൻ പറ്റില്ല. എന്നാൽ ക്രമാതീതമായ അസ്വസ്ഥതയും കുറഞ്ഞ ശ്രദ്ധയും അടങ്ങിയ ഒരു സ്വഭാവ രൂപമാണിത്. ഇത് സൂചിപ്പിക്കുന്നത് എന്താണ്? എന്തായിരിക്കും? ഓപ്ഷൻ ബി ADHD. അടുത്തത് ലാസ്റ്റ് ക്വസ്റ്റ്യൻ. ക്ലാസ്സിൽ വിജയൻ മാഷ് ചോദ്യം ചോദിക്കുന്നതെല്ലാം ആൺകുട്ടികളോട് മാത്രമാണ്. ഇതിന് ഉദാഹരണം എന്താണ്? ലിംഗസമത്വം, ലിംഗതുല്യത, ലിംഗവിവേചം, ലിംഗനീതി. ഓപ്ഷൻ സി ലിംഗവിവേചം. അപ്പോൾ ഇന്ന് ഞങ്ങൾ 50 ക്വസ്റ്റ്യൻസ് നമ്മൾ നോക്കി. നാളെ ഇതിൻ്റെ അടുത്ത 50 ക്വസ്റ്റ്യൻസ് നമ്മൾ നാളത്തെ വീഡിയോയിൽ ഇടുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, താങ്ക് യു.